ലോക്കി ഫെർഗൂസൺ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മത്സരം ഇറങ്ങാൻ വലിയ സാധ്യതയുണ്ട്. ലോക്കി കൂടി വന്നു കഴിഞ്ഞാൽ പഞ്ചാബിൻ്റെ ബൗളിംഗ് ഒന്നുകൂടി സ്ട്രോങ് ആകും. ആകെ അവർക്കൊരു പോരായ്മ എന്ന് പറയുന്നത് ബൗളിങ്ങാണ്. അതുകൂടി സ്ട്രോങ് ആയി കഴിഞ്ഞാൽ തുടക്കം മുതൽ എതിരാളികൾ കാത്തിരിക്കുക പഞ്ചാബിൻ്റെ തോൽവിക്ക്. അത് അവസാനം വരെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. എന്നാലും അത് കാത്തിരിപ്പ് തുടരും. അജാതി ടീമായി മാറും പഞ്ചാബ്. ഓൾറെഡി സ്ട്രോങ് ആയ പഞ്ചാബിനെ ഒന്നും കൂടി സ്ട്രോങ് ആക്കും ലോക്കിയുടെ വരവ്. ആര് കയറുമെന്ന് ചോദിച്ചാൽ ബാട്ട്ലറ്റ് കയറേണ്ടി വരും. ബാട്ട്ലറ്റിനേക്കാൾ മികച്ച ബോളറാണ് ലോക്കി ഫെർഗൂസൺ. പക്ഷേ ബാറ്റിംഗ് നോക്കി കഴിഞ്ഞാൽ ബാട്ട്ലറ്റ് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യും. പക്ഷേ പഞ്ചാബിന് ആക്ച്വലി ബാട്ട്ലറ്റിനെ പോലെ ഒരു ബാറ്റ്സ്മാൻ്റെ ആവശ്യം വരുന്നില്ല. അതായത് ബാറ്റിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഒന്നാമത് മികച്ച ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട്. ഉള്ള സ്റ്റോയിനീസിന് തന്നെ അവസരം കിട്ടുന്നില്ല. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പഞ്ചാബ് തീർച്ചയായിട്ടും അവരുടെ പോരായ്മയുള്ള ബൗളിംഗ് സ്ട്രോങ് ആക്കാനും നോക്കൂ. അപ്പോൾ ഫെർഗൂസൺ വരാനുള്ള ചാൻസ് ഹൈ ആണ്. പിന്നെ ആകെയുള്ളൊരു ചാൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് പഞ്ചാബിൻ്റെ ഈ വിന്നിങ് കോമ്പിനേഷൻ അവർ പൊളിക്കുമോ എന്നതാണ്. അതായത് തുടർച്ചയായി മത്സരങ്ങൾ ജയിച്ചു വരാം. ഒരു മത്സരം പോലും പഞ്ചാബ് തോറ്റിട്ടില്ല. അപ്പോൾ ഒരു ചേഞ്ച് വരുത്തുമോ എന്നതൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ വരുത്തിയാൽ ഓൾറെഡി സ്ട്രോങ് ആയ ടീം ഒന്നും കൂടി സ്ട്രോങ് ആവുകയുള്ളൂ. പിന്നെ എതിരാളികൾ എന്ത് ചെയ്യാനാണ്? പിന്നെ മറുഭാഗത്ത് ആറാറാണ്, ചെറിയ ചെക്കനാണ്, വൈഭവാണ്. അവൻ ബോളറെ നോക്കില്ല, ബോൾ നോക്കി അടിക്കും. ശരിയാണ്, ബുംറ, കമ്മിൻസ്, പമ്പന്മാരൊക്കെ അടിച്ചിട്ടുമുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇത് പഞ്ചാബാണ്. സൂര്യവംശി 100 അടിച്ചിട്ട് വരെ ആറാറിന് ജയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പഞ്ചാബിന് എങ്ങനെയാണ് അവർ പൊട്ടിക്കുക? ചിന്തിച്ചു പോകും. ഇന്നത്തെ മത്സരത്തിലും ആ കാത്തിരിപ്പ് തുടരും. ഏത്? പഞ്ചാബിൻ്റെ തോൽവിക്കുള്ള കാത്തിരിപ്പ്. നമ്മൾ തൂക്കും, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് തന്നെ ഒരു ആഗ്രഹമുണ്ട് ലോക്കി വരണമെന്ന്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ബൗളിംഗ് കൂടി സ്ട്രോങ് ആയി കഴിഞ്ഞാൽ എതിർ ടീം അങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ ഒരു സുഖമാണ്. അത് നമുക്കിന്ന് കാണണം. ഇന്ന് കാണിക്കും നമ്മൾ.